ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് മഹാമൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഓം ത്രയംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഇത് രുദ്രമന്ത്രമാണ്. ഋഗ്വേദത്തിലും യജുർവേദത്തിലുമുള്ള മന്ത്രം. ത്രയംബക മന്ത്രം എന്ന് പറയുന്നു. അതേപോലെ സഞ്ജീവനി മന്ത്രമെന്നും പേരുണ്ട്. മാർക്കണ്ഡേയ ഋഷിയിലൂടെയാണ് നമുക്ക് ഈ മന്ത്രം ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. ഇവിടെ 3 കണ്ണുള്ളവൻ അല്ലെങ്കിൽ ത്രിലോചനൻ എന്ന ത്രയംബകനെയാണ് ആരാധിക്കുന്നത്. ത്രിലോചനൻ എന്ന ആ ഒരു വാക്കു തന്നെ ഭൂതം, ഭാവി, വർത്തമാനം ഇതെല്ലാം അറിയുന്നവൻ എന്നും ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഏത് കാര്യങ്ങളും ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും എല്ലാം അറിയുന്നവൻ, അത് പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ആ മഹാദേവനെയാണ്, സുഗന്ധപൂരിതനായിട്ടുള്ള മഹാദേവനെയാണ് നാം ഇവിടെ ധ്യാനിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാൻ വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥന. എന്നാൽ അമരത്വത്തിൽ നിന്നുമല്ല. ഇവിടെ സുഗന്ധത്തെ നൽകുന്നവൻ എന്ന ഒരു അർത്ഥം. സുഗന്ധിം പുഷ്ടിവർദ്ധനം. അപ്പോൾ ആ സുഗന്ധവും നൽകുന്നവൻ. സുഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല ഗന്ധം. ഈ നല്ല ഗന്ധം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയും കേൾവിയും നാം സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങളും, അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും സുഗന്ധപൂരിതമാവട്ടെ, എല്ലാം നല്ലതാവട്ടെ എന്നൊരു കാര്യം ഇവിടെയുണ്ട്. അത് അങ്ങനെ എല്ലാ നന്മകളും അഭിവൃദ്ധിയും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഭഗവാൻ വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചാലും, എന്നാൽ അമരത്വത്തിൽ നിന്നുമല്ല. അപ്പോൾ വെള്ളരിക്ക മൂത്ത് പഴുത്ത് ആ ഒരു അത്രയും പരിപക്വമാകുമ്പോൾ തനിയെ തന്നെ ഒട്ടും പ്രയാസം കൂടാതെ അതിൻ്റെ തണ്ടിൽ നിന്നും താഴേക്ക് ഇറുന്നു വീഴുന്നു. അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നമുക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഈ ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്തു മാത്രം നമ്മുടെ ജീവൻ ഈ ശരീരത്തിൽ നിന്നും മാറ്റിത്തരയണമേ എന്നൊരു പ്രാർത്ഥനയാണ്. എന്നാൽ നമ്മളെ അമരത്വത്തിൽ നിന്നുമല്ല മോചിപ്പിക്കേണ്ടത്. അതായത് നന്മയുള്ള കാര്യങ്ങളിൽ നിന്നുമല്ല. അത് നമ്മിൽ നിലനിൽക്കണം. ധർമ്മത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലൂടെ നാം പോകണം, ജ്ഞാനത്തിലൂടെ പോകണം. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെ മരണത്തിൽ നിന്നു മാത്രം മോചിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണിവിടെ. ഇവിടെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു, രോഗങ്ങൾ മാറുന്നു, ദീർഘായുസ് കിട്ടുന്നു, ധനസമൃദ്ധി ലഭിക്കുന്നു, പുത്രപൗത്രാദി സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മനക്കരുത്തുണ്ടാകുന്നു, ജീവരക്ഷ, ആ ജീവനോടുള്ള ക്ലേശങ്ങളൊക്കെ അകലുന്നു, മരണഭയത്തിൽ നിന്നും ഉള്ള മുക്തി അതൊക്കെ ലഭിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലെ പ്രാണിക് ഊർജം വർദ്ധിപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായി ശുദ്ധിയുള്ള സമയത്തൊക്കെയും ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പിറന്നാളൊക്കെയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഈ മന്ത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് അത്രത്തോളം ഉത്തമമാണ്. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.